ഒരുപാട് പേര് പറയാറുണ്ട് പാരൻസിൻ്റെ ഫീലിങ്ങിനെ ഒരുപാട് പ്രയോറിറ്റി. ഞാനും അങ്ങനെ തന്നെ പാരൻസിൻ്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നിട്ടുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകാൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും ജീവിക്കുന്നത് തന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലൊക്കെയാണ് ജീവിക്കുന്നത്. എന്തിന്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ ആദ്യം വീഡിയോസ് ഒക്കെ ഇടുന്നത് അവരെ വലിയ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. ബന്ധുക്കളും അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ടായിരുന്നു, ഇത് പ്രശ്നമൊക്കെ ആവില്ല, ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ആവില്ല എന്ന് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അമ്മ തന്നെ പലവട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ളൊരു പേടി അമ്മയ്ക്കുണ്ട്. എന്നാൽ ഞാനതെല്ലാം ഒറ്റ മൈൻഡ് പിടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മളിൽ പലരും ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു വിഷയമാണ് മതം, ജാതി, ഇങ്ങനത്തെയൊക്കെ ഫാക്ടേഴ്സ്. ഇപ്പോ ഹിന്ദുക്കൾ മുസ്ലിം ആവുന്നതും മുസ്ലിംസ് ഹിന്ദുക്കളാവുന്നതും ക്രിസ്ത്യൻസ് ഹിന്ദുക്കളാവുന്നതും ക്രിസ്ത്യൻസ് മുസ്ലിം ആവുന്നതും മുസ്ലിം ക്രിസ്ത്യൻ ആവുന്നതും ഹിന്ദുക്കൾ ക്രിസ്ത്യൻ ആവുന്നതും ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് വന്നൊരു വിഷയത്തിലോട്ട് തന്നെ പോകുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ആപ്പോപ്പ കേസൊന്നുമല്ല. അതിന്റെ പേരിൽ മതത്തിന്റെ പേരിലുള്ള അടികളും വഴക്കുകളും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും അടികളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു വന്നത്, അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയ ആയ ചരിത്രമാണ്. എല്ലാവരും അറിഞ്ഞു കാണും. ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഹാദിയായി മാറിയതെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. അതുപോലെ ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പൊന്നമ്മ എന്നാണ് ആ സ്ത്രീയുടെ പേര്. 2-3 ദിവസത്തിന് മുന്നെയാണ് അവർ മരണപ്പെടുന്നത്. എന്നാൽ മരണപ്പെട്ട സമയത്ത് ഹാദിയ സ്വന്തം അമ്മയെ കാണാൻ പോലും വന്നിട്ടില്ല. അഖിലയാണല്ലോ ഹാദിയായി മാറിയത്. എങ്ങനെയാണ് ഈ അഖില ഹാദിയായി മാറിയത്? അപ്പൊ ചിലർക്ക് തോന്നും, പ്രേമിച്ച പയ്യൻ മുസ്ലിം ആയതുകൊണ്ട് ആ ഒരു മതം സ്വീകരിച്ചതായിരിക്കും എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നും. എന്നാൽ അത് അങ്ങനെയല്ല. ഈ അഖില ഒരു ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്റെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നോ ഒക്കെയോ ഈ മുസ്ലിം മതത്തിന്റെ കാര്യങ്ങളോ അതും ഇതൊക്കെ താൻ അറിഞ്ഞും കേട്ടും കണ്ടുമൊക്കെ വന്നപ്പോൾ തനിക്ക് ആ മതം സ്വീകരിക്കണം എന്നുള്ള ഒരു തോന്നൽ സ്വയമേ ഉണ്ടാവുകയും അതേ തുടർന്ന് അഖില ഹാദിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പേരിൽ അന്ന് ഒരുപാട് ചർച്ചകളും ഒരുപാട് വിഷയങ്ങളും വൻ അടിയും വഴക്കും കലാപം വരെ ചിലപ്പോൾ ഉണ്ടായാൻ ആ രീതിയിലായിപ്പോയി. വിഷയങ്ങളുടെ ഇരിപ്പുവശവും നിപ്പുവശവും. ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ഹിന്ദുക്കൾ വരാറുണ്ട്, മുസ്ലിംസ് വരാറുണ്ട്. ഞാൻ ഇതൊക്കെ കാണാറുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഹിന്ദുക്കൾ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിന്ദൂരവും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കും. അങ്ങനെ അവര് പള്ളിയിലൊക്കെ വരാറുണ്ട്. അതുപോലെ മുസ്ലിംസ് തട്ടമിട്ട് പള്ളിയിൽ വരുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ള മതത്തിലുള്ളവർ പള്ളികളിലൊക്കെ വരുന്നത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് തോന്നുന്നത്. ഇവിടെ മതത്തിന്റെ പേരിൽ അടികൂടുന്ന എത്ര ആൾക്കാരുടെ ഇടയിൽ അവരങ്ങനെയൊന്നും നോക്കാതെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് വിശ്വാസമുള്ള ദൈവത്തെ കാണാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാണ്ട് ഇതുപോലെ മതസൗഹാർദ്ദത്തോടെ നമ്മളിങ്ങനെ മുന്നേറുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയായി മാറിയപ്പോൾ സ്വന്തം അമ്മയ്ക്ക് അടക്കം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അമ്മ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ തന്നെ ഒരുമാതിരി ആയിപ്പോവും. ആ ലെവലിലാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അന്ന് ആ അമ്മ പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അതുപോലെ ഇന്ന് ആ അമ്മ മരിച്ച സമയത്ത് സ്വന്തം മകൾ അമ്മയെ കാണാൻ വന്നില്ല. അത് വലിയൊരു വിഷയമായിട്ടുണ്ട്. വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വലിയ മറ്റേടുത്തവൾ എന്നുള്ള രീതിയിൽ ഈ ഹാദിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹാദിയ മുസ്ലിം ആയതിനു ശേഷം ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ യുവാവ് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യുവാവ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് അതിനുശേഷം ആദ്യം ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യം മറ്റൊരു കല്യാണം കഴിച്ചു. എന്നാൽ ആ ഭർത്താവാണ് സ്വന്തം അമ്മയുടെ ആ മരണാനന്തര ചടങ്ങിൽ ഹാദിയെ വിടാത്തതെന്നുള്ളൊരു സംസാരവും കൂടി കരക്കമ്പിൽ സംസാരമുണ്ട്. എന്തായാലും അതിന്റെ സത്യാവസ്ഥയെ നമുക്ക് നോക്കാം. അതിനു മുന്നേ പണ്ട് പൊന്നമ്മ എന്ന് പറയുന്ന ഹാദിയുടെ അമ്മ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാദ്യം ഒന്ന് കേട്ടു നോക്കാം. എന്റെ ഭർത്താവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയ സാധാ ഒരു പട്ടാളക്കാരന്റെ മകളല്ലേ, രാജ്യം കാത്തതല്ലേ. ആ മനുഷ്യന്റെ ഏക മകളാണ്. എനിക്കും ആരും പോലുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ സഹിച്ച് അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കണം. ഉറക്കയില്ല രാത്രികളിൽ. എന്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചിട്ടിരിക്കുകയാണ്.
അവൾ പഠിക്കട്ടെ, അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത്. ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ലോൺ എടുത്തില്ല. അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത്. പഠിച്ചു കഴിഞ്ഞ് വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ കെട്ടിക്കണമല്ലോ. അപ്പൊ അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ച്. പക്ഷെ ഇങ്ങനെ ചതിക്കുമെന്ന്, കൂടെ പഠിച്ചവർ ഞങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവിതത്തില്ല. എൻ്റെ വീട് ചേർത്തലയിലും ഇല്ല. ഞങ്ങൾക്ക് ആരും മുസ്ലിമായിട്ട് കൂട്ടില്ല. അപ്പൊ ഇങ്ങനെ ചതിക്കുമെന്ന് ഓർത്തില്ല. ഈ തീവ്രവാദ മതമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി. ഒരു തീവ്രവാദിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിപ്പിച്ചല്ല എന്ന് ഓർത്തിട്ട്. അമ്മ പറയുമ്പോഴൊക്കെ എന്താ ആദ്യം പറയുന്നത്? അമ്മ ഇത് കുറച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് മോളെ തിരിച്ചു വരണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത്? ആദ്യം അമ്മ ചോദിച്ചില്ലേ മോളെ തെറ്റായി പോയില്ല ചോദിക്കും? ആദ്യം എല്ലാം ചോദിച്ചു. എൻ്റെ മോളെ ഇപ്പൊ അവർക്ക് നല്ലൊരു മാനസികാവസ്ഥയല്ല. അവളുടെ അവസ്ഥ മോശമാണ്. ഓക്കെ, ഈ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരുടെ വിവരമില്ലായ്മയാണ് അവർ ഈ വാക്കുകൾ അന്ന് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതത്തിലുള്ള ആൾക്കാരെല്ലാം തീവ്രവാദികൾ എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരം. അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെന്താടാ അങ്ങനെ? ഇതൊക്കെ ആരൊക്കെയോ അവരെ പറഞ്ഞു പറ്റിച്ചു, അല്ലെങ്കിൽ ആരൊക്കെയോ പണ്ട് മുതലേ പറഞ്ഞു വന്ന ഒരു കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ഈ സംസാരം. അതുപോലെ തന്നെ കൂടെ പിടിച്ച സുഹൃത്തുക്കളാണ് ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹാദിയാക്കി മാറ്റിയതും. ഈ സ്വന്തം കൂട്ടുകാരികളാണ് ചതിച്ചിട്ട് ഇവളെ മുസ്ലിം മതത്തിലോട്ട് ആക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പൊ ക്രിസ്ത്യാനിയാണ്, അല്ലെ? മതപ്രകാരം ഞാൻ ക്രിസ്ത്യാനിയാണ്. എന്നെ ആർക്കെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോയി മറ്റേതെങ്കിലും മതത്തിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് സ്വയമേ അങ്ങനെ തോന്നിയാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? അത് മനസ്സിലാക്കാം. അല്ലാണ്ട് മറ്റാരെ അവിടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരുപക്ഷെ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദി ആവാൻ കാരണം മുസ്ലിം മതത്തിനെ കുറിച്ചിട്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലെ? അവിടുത്തെ കാര്യങ്ങളും ആ ആചാരങ്ങളും ഒക്കെ അറിഞ്ഞു വെച്ചും കൊണ്ട് തന്നെയാണ് അവൾ ഹാദിയായി മാറിയത്. അതിൽ ചിലപ്പോൾ ഒരു പങ്ക് സുഹൃത്തുക്കൾ കാണും. അതൊരിക്കലും മോശമായ രീതിയിലല്ല. സുഹൃത്തുക്കളിൽ നിന്നും മതത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത് കാണും. എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ മതം സ്വീകരിച്ചത്. അതിലൊരിക്കലും ആ അമ്മ ആ സുഹൃത്തുക്കളെ കുറ്റം പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ അമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മുസ്ലിം മതത്തിൽ പെട്ടതെല്ലാം തീവ്രവാദികൾ എന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ച് അവനും ആ തീവ്രവാദ മതത്തിൽ ഉള്ളതാണെന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുകയല്ല, അവരുടെ വിവരമില്ലായ്മയാണ് അവർ അന്ന് ആ വാക്കുകൾ അങ്ങനെ പറഞ്ഞത്. അത് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. മുസ്ലിംസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മുസ്ലിംസിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ആരൊക്കെയോ അന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്നത്. അവരുടെ ഉള്ളിൽ അതും അവർ പറയുന്ന വാക്കുകളിലുണ്ട്, ഞങ്ങളുടെ ഏരിയയിൽ മുസ്ലിംസ് ഇല്ല, ഞങ്ങള് അങ്ങനത്തെ ഏരിയയിലല്ല, ഞങ്ങൾക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഇല്ല, ബന്ധുക്കളില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഓരോരോ വാക്ക് പറയുന്ന സമയത്തും എനിക്കത് യോജിപ്പില്ല. പ്രത്യേകിച്ച് അവർ പറയുന്ന വാക്കുകളിൽ ഒരു കഴമ്പില്ല. അവർ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ വളരെ വിട്ടിത്തനങ്ങൾ മാത്രമാണ് വിളമ്പുന്നത്. എന്തായാലും മരണപ്പെട്ടു പോയ അമ്മയെ കാണാൻ ഹാദി എത്തിയിട്ടില്ല. ഹാദി എത്താത്തത് വൻ ഒരു വിഷയമായിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹാദി അവിടെ വന്നിരുന്നെങ്കിൽ അവിടെ വീണ്ടും കലാപങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം അമ്മയെ നാണം കെടുത്തി ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പണ്ട് ഈ വിഷയം വന്ന സമയത്ത് മതത്തിന്റെ പേരിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഹാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതായത് മുസ്ലിം മതത്തിലുള്ള ആൾക്കാർ ഹാദിയെ സപ്പോർട്ട് ചെയ്തു, എന്നാൽ നിഷ്പക്ഷമായി നിന്ന് അഭിപ്രായങ്ങൾ സ്റ്റേണായിട്ട് പറയുന്ന കുറെ ആൾക്കാരും ഹാദിയെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും വഴക്കും പ്രശ്നങ്ങളും പല വിമർശനങ്ങളും ഉണ്ടായ ഒരു സമയവും അന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് ഇത്രയും വലിയ വിഷയം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നാലും കുറേയൊക്കെ വിഷയങ്ങളാണ്. മതത്തിന്റെ പേര് വരുമ്പോൾ ആൾക്കാരെല്ലാം ചേരി തിരിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അന്നും ഇന്നും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അത് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഹാദിയ മുസ്ലിം മതം സ്വീകരിച്ചത് ഒരിക്കലും ആരും ബലമായി കൊണ്ട് പിടിപ്പിച്ചിരുത്തിയതൊന്നും അല്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഹാദിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ പല മതങ്ങളിലും പല ജാതികളിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തോന്നുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അന്ന് അഖില ഹാദിയായ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സമയമായിരുന്നു. അതിനൊക്കെ ശേഷം ഇന്ന് ആ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മ മരിച്ചപ്പോൾ ഹാദിയ കാണാൻ വന്നില്ല. അത് അതിനേക്കാളും വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്നാൽ എന്തുകൊണ്ട് ഹാദിയ സ്വന്തം അമ്മയെ കാണാൻ വന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ജനൻ ടിവിയിലാണ് വന്നിട്ടുള്ളത്. അതായത് കുറെ പേര് പറഞ്ഞത് ഭർത്താവ് അമ്മയെ കാണാൻ വിട്ടില്ല എന്നാണ്. പക്ഷെ അതല്ല അതിന്റെ സത്യാവസ്ഥ. ഹാദിയ തന്റെ
ഭർത്താവിനെ കൊണ്ട് തന്റെ അച്ഛന്റെ അടുത്ത് സംസാരിപ്പിച്ച ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സംസാരിച്ചായിരുന്നു. അവൾ ഇന്നലത്തെ വിളിച്ചപ്പോൾ ഇന്ന് വരാന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോഴും വരാന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോ അത് കഴിഞ്ഞപ്പോ അവിടെ ഭർത്താവ് പറഞ്ഞ ഓക്കെ വരാൻ പാടാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വക്കീല് പറഞ്ഞ് പോകണ്ടെന്ന്. നിർബന്ധപൂർവ്വം വിടാത്തതാണെന്നാണ് കരുതുന്നത്. പിന്നെ അല്ലാതെ പിന്നെ എന്താണിത്? അവള് നിരപരാധിയാ, ഇവരാണ് കളിക്കുന്ന മുഴുവനും. മനഃപൂർവ്വം വിടാത്ത. ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വിളിച്ച് വരുമെന്നുള്ളത്. അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തു. എങ്ങനെയാ വെച്ച് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാവും, പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വരാൻ പ്രയാസമാണ്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് അല്ലേ? മൃതദേഹം കാണാൻ വെത്തണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ? ഓക്കെ, മൃതദേഹം കാണാൻ വരണം എന്ന് പറഞ്ഞ് അച്ഛൻ ആവശ്യപ്പെട്ടപ്പോഴും ഹാദിയ വന്നില്ല. ഹാദിയയുടെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞ് ഇപ്പൊ പോകരുത്, അവിടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് സത്യം പറഞ്ഞുള്ള ഒരു പോസിബിലിറ്റിയാണ്. പക്ഷെ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ല. സ്വന്തം അമ്മയല്ലേ, അതിന്റെ പേരിൽ നമ്മൾ വന്ന് കാണുക, ഇനി ഒരിക്കലും ആ അമ്മയെ കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാന കാലഘട്ടങ്ങളിൽ വരെ ആ അമ്മ, അതായത് പൊന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ മോളോട് മതം മാറി ഹിന്ദു മതത്തിലേക്ക് വരൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. ആ അമ്മയുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് യോജിപ്പില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഏത് മതം സ്വീകരിക്കണം ജീവിക്കണം എന്നൊക്കെ. നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക. നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊന്നും ആലോചിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് തന്നെ ഒരു പോയിന്റ്, ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാവണം. നമ്മളെ ഒരു സ്വയമേ ഒരു നിലപാടോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി മതം മാറി വേറൊരു മതത്തിലോട്ട് പോകുന്നത് തന്റെ ഭർത്താവ് പ്രേമിച്ച് കല്യാണം കഴിച്ച ടീമൊക്കെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ സാധാരണ നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ഒരു മതത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് മതം മാറി പോകുന്നത് വളരെ ചുരുക്കമാണ്. മിക്കവരും ഈ പെൺകുട്ടികൾ മതം മാറുന്നത് ഭർത്താവിന്റെ മതത്തിലോട്ട് മാറും. അതിന്റെ റീസൺ കാമുകൻ, കല്യാണം, സ്നേഹം, പ്രേമം ഇതിനെയൊക്കെ തുടർന്നിട്ടായിരിക്കും. അങ്ങനെയാണ് ഭൂരിപക്ഷം മതങ്ങളും മാറി വന്നിട്ടുള്ളത് സ്ത്രീകൾ. പക്ഷെ വളരെയധികം അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്നും നമുക്ക് ആരെയും തടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ അതിലിനിയിപ്പം കൈയിട്ട് മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അവസാന ഘട്ടം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ആ അമ്മ മരണപ്പെട്ട സമയത്തും സ്വന്തം മകള് കാണാൻ വരാതിരുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അതിന്റെ റീസൺ വേറൊന്നുമില്ല, ഇനി ആ അമ്മയെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാർ അവിടെ വിപ്ലവം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ വരാതിരുന്നതായിരിക്കും, പേടിച്ചിട്ടായിരിക്കും. ഓക്കെ, മേ ബി അത് തന്നെ ആയിരിക്കണം സത്യം. എന്നാൽ കൂടി ഒരു നോക്ക് വന്ന് കാണാമായിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ആ ഉമ്മാനെ കാണാൻ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ കാണാൻ ഒരു അവസരം ഹാദിയക്ക് കിട്ടില്ല എന്നത് വാസ്തവമാണ്. അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഹാദിയക്ക് സ്വന്തം അമ്മയുടെ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. എന്നാൽ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂവിൽ ഹാദിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഈ പുനർവിവാഹത്തെ കുറിച്ച് അച്ഛൻ അറിയാം. അച്ഛൻ ഹാദിയയും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഭർത്താവിന്റെ കുടുംബാംഗങ്ങളും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പറയുന്നത് ഹാദിയ എവിടെ ഉണ്ട് എന്ന് അറിയില്ലെന്നാണ്. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറയുന്നത്? അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അച്ഛനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, എല്ലാവരും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് പാരന്റ്സ് ആണ്, പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയട്ടെ. ഞാനും അങ്ങനെ തന്നെ പാരന്റ്സിന്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നിട്ട്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഈ പൊന്നമ്മ പറയുന്നുണ്ട് അവർക്ക് മാനസിക രോഗം എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, സ്വന്തം മകളുടെ ഇഷ്ടത്തിന് മറ്റൊരു മതം സ്വീകരിച്ചപ്പോൾ ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. നമുക്ക് അവരെയും പൂർണ്ണമായിട്ടൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ അവർ കുറെ വിട്ടിത്തനങ്ങൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, തീവ്രവാദ മതമാണ് മുസ്ലിം മതം എന്നൊക്കെയുള്ള രീതിയിൽ. അതൊന്നും എനിക്ക് യോജിപ്പില്ല, അതൊന്നും ഒരിക്കലും അംഗീകരിച്ച് തരത്തുമില്ല. പക്ഷെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരിങ്ങനെ നാട്ടുകാരുടെ അടുത്ത് നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സ്വന്തം മോള് അവര് കാലാകാലമായിട്ട് അത് പാരമ്പര്യമായിട്ട് വന്ന മതത്തിൽ നിന്ന് സ്വന്തം മകൾ ഇഷ്ടപ്രകാരം ഇങ്ങനെ മറ്റൊരു മതം സ്വീകരിച്ചു പോകുമ്പോൾ എല്ലാ അച്ഛനും അമ്മയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമൊന്നുമില്ല. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടേതായ ചിന്താഗതികളും രീതികളും ഒക്കെ ആയിരിക്കും. നമുക്ക് അവരെയും പൂർണ്ണ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. മകളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു. അവസാന കാലഘട്ടം വരെ ആ അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവളുടെ മതം മാറി തിരിച്ചു വരാൻ. അപ്പൊ മതം എന്ന് പറയുന്ന ഫാക്ടർ എത്രത്തോളം അവരുടെയൊക്കെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ?
എന്തായാലും ഈ മതത്തിന്റെ പേരിലുള്ള അടികളും വഴക്കുകളും മതത്തിന്റെ പേരിലുള്ള വേർതിരിവുകളും ഒക്കെ ഏത് കാലത്താണോ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും മാറുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും മാറുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ മാറുന്ന ഒരു കാലം ഉണ്ടാവട്ടെ. പിന്നെ അതുപോലെ തന്നെ പൊതുവെ ഒരുപാട് പേർക്ക് ചിന്തയുണ്ട്, ഒരു വൃത്തികെട്ട ചിന്തയാണ് കേട്ടോ. ഈ മുസ്ലിം മതത്തിൽപ്പെട്ടവർ മാത്രമാണ് തീവ്രവാദികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു വൃത്തികെട്ട ഒരു ട്രാക്ക് ചിന്താഗതികൾ കുറെ ആൾക്കാർക്കുണ്ട്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ചെറ്റകളാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെ ഇടയിലും ചെറ്റകളുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു മതത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലുള്ളവന്മാരെല്ലാം കേടുകെട്ടവന്മാരാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ചിന്താഗതി എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തനൊരു തെട്ടിത്തനം അല്ലെങ്കിൽ തെണ്ടിത്തനം ചെയ്തു കഴിഞ്ഞാൽ അവനാണ് നാറി. അല്ലാണ്ട് നമ്മൾ അതിന്റെ ഇടയിൽ മതത്തിനെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. അതുപോലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ആ മകൾ ആ അമ്മയെ ലാസ്റ്റായിട്ട് ഒരു നോക്ക് കാണാൻ പോകണമായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. ആ അമ്മ അത്രയ്ക്ക് മകളെ സ്നേഹിച്ചിരുന്നു, സ്വന്തം അച്ഛനും വിളിച്ചിരുന്നു. എന്നാൽ മകൾ സംസാരിച്ചിട്ടില്ല, ഭർത്താവിനെ കൊണ്ടാണ് സംസാരിപ്പിച്ചത്. ഓക്കെ, വാട്ടെവർ. എന്തായാലും അതൊക്കെയാണ് കാര്യങ്ങൾ. മതം ഇവിടെ നല്ലതും ചെയ്യാറുണ്ട്, ഇതുപോലെ ചില ബന്ധങ്ങളെ വേർപെടുത്താറുമുണ്ട്. എന്തായാലും ഇതെല്ലാം മാറുന്ന ഒരു കാലം ഉണ്ടാവട്ടെ. നല്ലൊരു കാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ. ബൈ.